കരുവാരക്കുണ്ടിൽ +2 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഒരു 16-കാരന് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനും കൊല്ലാനുമുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഈ അന്വേഷണം വെളിപ്പെടുത്തുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ. അതിലേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്കുകൾ പ്രകാരം 30,555 ജുവനൈൽ ക്രൈമുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ കൊലപാതകവും ബലാത്സംഗവും മോഷണവുമടക്കം കുറ്റകൃത്യങ്ങളെല്ലാം ഉണ്ട്. 2022 ശേഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ പ്രതികളാകുന്ന വലിയ കുറ്റകൃത്യങ്ങളിൽ 50% വർധനവുണ്ടായത്. രാജ്യത്ത് കുട്ടികൾ പ്രതികളായ വലിയ കുറ്റകൃത്യങ്ങളിൽ 20% നടക്കുന്നത് മധ്യപ്രദേശിലാണ്. മഹാരാഷ്ട്ര, ഡൽഹി, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളാണ് പട്ടികയിൽ തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. 300-ലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളവും പട്ടികയിലുണ്ട്. കേരളത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജുവനൈൽ കേസുകളിൽ ശിക്ഷാനിരക്കും വളരെ ഉയർന്നതാണ്. കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് കുറ്റവാളികളിൽ ഭൂരിഭാഗവും ആൺകുട്ടികളാണ്. അതിൽ തന്നെ 16 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഏറ്റവും അധികം. സൈബർ കുറ്റകൃത്യങ്ങളിലും NDPS ആക്ടിന് കീഴിൽ വരുന്ന ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും കുട്ടികൾ പ്രതികളാക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് ഹവാല ഇടപാട് നടത്തി പിടിക്കപ്പെട്ടവർക്കിടയിലും കുട്ടികൾ ഉണ്ടായിരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. രാജ്യത്ത് കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. JJ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ നിയമം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് വിളിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്ന കുട്ടികളുടെ വിചാരണ, അന്തിമ തീരുമാനം എന്നീ കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ജുവനൈൽ കോടതികളുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഡോളി ഇൻകപ്പാക്സ് എന്നാണ് പറയപ്പെടുന്നത്. അഥവാ ഒരു കുറ്റം ചെയ്യാനുള്ള ബുദ്ധി വളർച്ച ഇല്ലാത്തവർ. അവർ ചെയ്യുന്നതൊന്നും കുറ്റമായി പരിഗണിക്കപ്പെടില്ലെന്നുമാണ് നിയമത്തിൻ്റെ പക്ഷം. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഡോളി കപ്പാക്സ് എന്ന് പറയപ്പെടുന്നു. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടെങ്കിൽ അവരുടെ പക്വതയുടെ തോത് പരിശോധിച്ചാണ് ശിക്ഷ നിർണ്ണയിക്കപ്പെടുക. 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് JJ ആക്ട് കൈകാര്യം ചെയ്യാറുള്ളത്. അഥവാ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ മുതിർന്നവരെ പോലെ തന്നെ പരിഗണിച്ച് ശിക്ഷ നിർണ്ണയിക്കപ്പെട്ടേക്കും. ഇതിൽ തന്നെ നിർഭയ കേസിനു ശേഷമാണ് പ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടായത്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചെയ്തതെങ്കിൽ കുട്ടിയെ മുതിർന്ന ഒരാളെ പോലെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം അഭിമുഖീകരിക്കുമ്പോൾ കുറ്റം ചെയ്ത കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ സ്കൂളുകളിലെ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയവരും, എന്തിന് നമ്മുടെ നിയമനിർമ്മാണ സഭ പോലും പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കേണ്ടി വരും. കാരണം അവരുടെയെല്ലാം കൂട്ടുത്തരവാദിത്തം ഈ വിഷയത്തിലുണ്ട്. ഓരോരുത്തരുടെയും വിഷയത്തിലേക്ക് വരാം. വീടും സ്കൂളുമാണ് ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 2 ഇടങ്ങൾ. ഈ പരിസരങ്ങൾ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ചിലവഴിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൃത്യമായ നിരീക്ഷണവും മാർഗദർശനവും ഇല്ലാത്ത പക്ഷം കുട്ടികൾക്ക് വഴിതെറ്റിക്കയറാനുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇന്ന് നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലുണ്ട്. കുട്ടികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി എടുക്കാം. ചുരുക്കത്തിൽ വീട്ടിലെ സാഹചര്യം, അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന സമീപനം എന്നിവയെല്ലാം കുട്ടികളെ അതിശക്തമായി തന്നെ സ്വാധീനിക്കും. ഇനി സ്കൂൾ പാഠപദ്ധതിയിലേക്ക് വരാം. കുട്ടികൾക്ക് പരസ്പര ബഹുമാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ബാലപാഠങ്ങൾ പകർന്നു നൽകാൻ നമുക്കാവുന്നില്ലേ എന്ന ചോദ്യം ബാക്കിയായി നിൽക്കുകയാണ്. നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം കുട്ടികളെ മാനസികമായി ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. ജനാധിപത്യം ജീവിതത്തിലാകെ പ്രാവർത്തികമാക്കേണ്ട ഒരു മൂല്യമാണ്. അപരന് ദ്രോഹമാകുന്ന ഒന്നിൽ നിന്ന് ജനാധിപത്യത്തെ പ്രതി വിട്ടുനിൽക്കാൻ അവർ പഠിക്കേണ്ടതുണ്ട്. അത് പകർന്നു നൽകാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ബാധ്യതയുണ്ട്. ഇവിടെയും തീരുന്നില്ല. ചില നിയമങ്ങളുടെ അഭാവം കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണാർത്ഥത്തിൽ ബാൻ ചെയ്തുകൊണ്ടുള്ള ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ തീരുമാനം വലിയ വാർത്തയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഉള്ളടക്കങ്ങൾ കുട്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു.
അക്രമങ്ങളെ സാധാരണവൽക്കരിക്കുന്ന കോണ്ടന്റുകൾ കുട്ടികളിലും സ്വാധീനം ചെലുത്തും. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ, ഉള്ളടക്കങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്ന പ്രായോഗികവും ശക്തവുമായ നിയമം ഇല്ലെന്ന് തന്നെ പറയാം. ആ അഭാവം സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പരിശോധിച്ച് വരുമ്പോൾ ഒരു കുട്ടി കുറ്റവാളിയായി മാറുന്നതിന് പിന്നിൽ ഒരുപാടുണ്ട് കാരണങ്ങൾ. ആ കാരണങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് വേണ്ടിടത്ത് തിരുത്തലുകൾ വരുത്താൻ സഹായിക്കുന്ന പരിഹാരങ്ങളും പദ്ധതികളും നിയമനിർമ്മാണങ്ങളുമാണ് ഇനി ഒരു 16-കാരൻ കുറ്റവാളിയായി മാറാതിരിക്കാൻ നമുക്ക് ആവശ്യം.